സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പി ജയരാജൻ. അദ്ദേഹം ഇപ്പോൾ എല്ലാ വേദിയിലും ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുക, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള നിരന്തരമായ ഒരു പരിപാടി. അദ്ദേഹം ഇന്നലെയും ഒരു യോഗത്തിൽ ഇത്തരം വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് മാവോയിസ്റ്റ് സംഘടനയുമായാണ് അദ്ദേഹം താരതമ്യം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുറച്ചു നാളായി സി പി എം നേതാക്കൾ ഇങ്ങനെ മുസ്ലിം സംഘടനകളെ വിമർശിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ മറുപടി പറയുമ്പോഴേ രണ്ട് കാര്യങ്ങളിലൂടെ മനസ്സിൽ കരുതണം. ഒന്ന്, ആരാണ് പറയുന്നത്; രണ്ട്, എന്താണ് പറയുന്നത്; മൂന്ന്, എന്തിനാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ആരാണ് പറയുന്നത്? പി ജയരാജൻ എന്ന് പറയുന്ന സി പി എം നേതാവാണ് അത് പറയുന്നത്. RSM സി പി എമ്മുമായി ഉണ്ടായ സംഘർഷത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പി ജയരാജൻ. അതാണ് ജയരാജൻ്റെ ഒരു കാര്യം. ഇന്ന് വരെ അഴിമതിയുടെ കറ പുരളാത്ത ഒരു വ്യക്തിത്വമാണ് പി ജയരാജൻ. അദ്ദേഹത്തോടെ രാഷ്ട്രീയം ഉപയോഗിക്കുക, അത് വേറെ കാര്യം. പക്ഷേ ജയരാജൻ കൈക്കൂലിക്കാരനാണെന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും പറയില്ല. പിന്നെ വന്ന് അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തിനാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത്? ഇന്നലെ വരെ ഇക്കാര്യത്തിൽ നിശബ്ദത പാലിച്ചിരുന്ന പി ജയരാജൻ ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സി പി എമ്മിന് സംഭവിച്ച ചില അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയാണ് മാത്രമാണ് അദ്ദേഹം വന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ എന്നും സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു സമീപനമുണ്ട്. അവരുടെ കൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം, ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ SDP ഒക്കെ നിൽക്കുമ്പോൾ അതിന് അവരൊരു വിപ്ലവകരമായ വ്യാഖ്യാനം കൊടുക്കും. അവരെ എതിർത്ത് കഴിയുമ്പോഴവരെ മതമൗലികവാദികളായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇത് ഫലപ്രദമായി ഓടിക്കൊണ്ടിരുന്ന ഒരു തന്ത്രമാണ്, രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഇത് വളരെ ഫലപ്രദമായി ഓടിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷേ ഇപ്പോഴാ രാഷ്ട്രീയ തന്ത്രം ഓടുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത കാലഘട്ടം വരെ ഒരു 10 years 10 വർഷം വരെയെങ്കിലും കേരളത്തിൻ്റെ പൊതു ചിന്താധാരയെ സ്വാധീനിച്ചിരുന്നത് പത്രമാധ്യമങ്ങളായിരുന്നു, പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങൾ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളുമായി. അവരെയൊക്കെ സ്വാധീനിക്കാൻ ഗവൺമെൻറ്റിന് പറ്റും, ശക്തമായ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും കഴിയും. കാരണം ഈ പത്രങ്ങളൊക്കെ നടത്തുന്നത് പത്രം നടത്താൻ വേണ്ടിയല്ല, അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാകും പത്രം. മലയാള മനോരമ ആദ്യം തന്നെ കച്ചവടക്കാരുടെ പത്രമാണ്. അപ്പോൾ ഇത് പിന്നെ ചാനലുകൾ, ഏഷ്യാനെറ്റിന് പിന്നെ രാഷ്ട്രീയമില്ല. മനോരമയ്ക്കും മാതൃഭൂമിക്കും കച്ചവടമാണ്, ഏഷ്യാനെറ്റിനും കച്ചവടമാണ്. പത്രം അവരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവർക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത സോഷ്യൽ മീഡിയ ശക്തമായി രംഗത്ത് വന്നു. അതോടുകൂടി ഇവിടെ ഒരു ഇൻഫർമേഷൻ്റെയും വാർത്തയുടെയും വിമർശനങ്ങളുടെയും ഒരു പ്രളയം തന്നെ ഉണ്ടായി. അതിനെ തടഞ്ഞു നിർത്താൻ ന്യായീകരണ തൊഴിലാളികളെ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്തുതിപാഠകരെ കൊണ്ടോ കഴിയില്ല എന്ന്. ക്യാപ്സൂളുകൾ ഇറങ്ങിയിട്ട് നടക്കുന്നില്ല. അല്ല, ക്യാപ്സൂൾ അവർ കഴിച്ചാൽ തന്നെ വയറിളക്കം വരുന്നുള്ള അല്ലാതെ അസുഖം മാറുകയില്ല, അത് കളയിൽ പോരും. അപ്പോൾ ക്യാപ്സൂളൊക്കെ തീർന്നു. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി, BJP അല്ല. അപ്പോൾ അവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് ജയരാജന് ബോധ്യമായപ്പോഴാണ് അദ്ദേഹം ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ഞാൻ പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം രാജ്യത്ത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം എഴുതി, അപ്പോഴും എല്ലാവരും കരുതിയത് അതോടെ അവസാനിക്കുമെന്നാണ്. ഇപ്പോൾ നിരന്തരം എല്ലാ വേദികളിലും അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും അവസാനഘട്ടം ചില സമയങ്ങളിൽ മുസ്ലിം ലീഗിനെ അവരെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അവരെ വിമർശിക്കുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടവും തന്ത്രവുമാണ്. അതിനെ ഈ അടവ് നയം എന്ന് പറയുന്നത് കാലഘട്ടങ്ങളിൽ മാറി 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 അവർ സ്വീകരിക്കുന്ന ചില നയവ്യതിയാനത്തിനെയാണ് അടവ് നയം എന്ന് പറഞ്ഞ് അവർ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് ത്രിപുരയിൽ ശൂന്യമായി, ബംഗാളിൽ ഒരു പഞ്ചായത്ത് പോലും ഇല്ലാതായി. ഇനിയിപ്പോൾ കേരളമാണുള്ളത്. കേരളത്തിൽ തന്നെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് കാണിക്കുന്നത്? ഇവരെല്ലാം പരമാവധി ശ്രമിച്ചില്ലേ വടകര ശൈലജ ടീച്ചറിനെ ജയിപ്പിക്കാൻ? താരതമ്യേന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു നേതാവല്ലായിരുന്നു ശൈലജ ടീച്ചർ. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല മന്ത്രിയായിരുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പിണറായി വിജയനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ശൈലജ ടീച്ചറായിരുന്നു. അതിൻ്റെ കാരണം ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അവരുടെ സേവനമായിരുന്നു, അതുകൊണ്ടാണ് ജയിച്ചത്. ആ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചാണ് ഷാഫി പറമ്പിൽ, പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ അത് വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്ന് വടകര മത്സരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിലല്ലേ ഷാഫി ജയിച്ചത്. അത് മുസ്ലിം വോട്ട് കൊണ്ടൊന്നും മാത്രമല്ല,
എല്ലാവരുടെയും വോട്ട് കിട്ടിയാണ് ഷാഫി പറമ്പിൽ ജയിച്ചു വന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുമ്പോഴേ ഒരു കഷ്ടമെന്ന് പറഞ്ഞാൽ സഹതാപം തോന്നിയത് ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോഴേ AK ബാലൻ പറഞ്ഞു അത് ശരിയായില്ല എന്ന്. AK ബാലൻ ദൃഢപ്രതിജ്ഞയാണ് ചെയ്യുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ ദൃഢപ്രതിജ്ഞയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ടി നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് പാർട്ടി വലിയ പ്രതിസന്ധിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജയരാജൻ ഇത് തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞ ജയരാജൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി കൃത്യമായി. അല്ല, അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് BJPയുടെ വളർച്ച തടയുക എന്നതാണോ? കഴിഞ്ഞ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, തങ്ങൾ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ BJPയുടെ സ്വാധീനം വർദ്ധിക്കുന്നു. അങ്ങനെ BJPയെ തടയാനുള്ള ഒരു ശ്രമമാണോ ഒരു പൊതുശത്രുവിനെ മുന്നിൽ നിർത്തി BJPയെ തടയുക? SDP-യും ജമാഅത്തെ ഇസ്ലാമിയുമുള്ള സംഘടനകളെ മുൻനിർത്തി BJPയുടെ വളർച്ച തടയുകയാണോ ജയരാജന്റെ ലക്ഷ്യം, P ജയരാജന്റെ ലക്ഷ്യം? അല്ല, P ജയരാജന് തീർച്ചയായിട്ടും BJPയുടെ വളർച്ച തടയുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് സ്വാഭാവികമാണ്. BJPയുടെ വളർച്ച തടയാൻ ജയരാജൻ ശ്രമിക്കും. ജയരാജനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്ത്രത്തെ അതിജീവിച്ച് BJPയെ വളർത്തിയെടുക്കുന്ന ഉത്തരവാദിത്വം BJPക്കാർക്കുള്ളതാണ്. അവർക്കതറിയാൻ പാടില്ലാത്തതിനും അവർക്ക് അതിൻ്റെ രാഷ്ട്രീയ ബോധമില്ലാത്തതിനും കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരവരുടെ പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തും. അതിൻ്റെ ഭാഗം കൂടിയല്ല. അല്ല, അവരെ കൗണ്ടർ ചെയ്യാനുള്ള പൊതുശത്രു ഈ മുസ്ലിം സംഘടനകളായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണോ ഇത്? അല്ല, അത് ഇന്ന് ജയരാജനെ വിമർശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് CRPP, അതാണ് ആ സംഘടന. CRPP ഇതൊരു മനുഷ്യാവകാശ സംഘടനയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ജയരാജൻ പറയുന്നത് 100% സത്യമാണ്. പല മനുഷ്യാവകാശ സംഘടനകളും മാവോവാദികളുടെ ഒപ്പമാണ്. ഈ മാവോവാദികൾ ചെയ്യുന്ന പണി എന്താണ്? ഇന്ത്യൻ പട്ടാളക്കാരത്തെ പതിയിരുന്ന് കുഴിബോംബ് വെച്ച് കൊല്ലുക. അപ്പോൾ മാവോവാദികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പം ചൈനീസ് ചെയർമാൻ ഞങ്ങളുടെ ചെയർമാനാണ് മാവോവാദികളുടെ മുദ്രാവാക്യം. അവർ കാട്ടിൽ ഒളിച്ച് താമസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ എന്ത് ചേഞ്ചാണ് അവർക്ക് വരുത്താൻ പറ്റുന്നത്? കുറേ പാവപ്പെട്ട മനുഷ്യർ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ അവർ ജീവിതം ഒഴിഞ്ഞു വെച്ച് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതല്ലാതെ മാറ്റമില്ല. ജയരാജൻ പറഞ്ഞ വളരെ സത്യമാണ്. ഇപ്പം ജയരാജൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടത് സത്യം അസത്യമാകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമി കുറച്ചു കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അവരെ ശ്രമിക്കുന്നത് അവരുടെ ശത്രു CPM അല്ല, BJPയും അല്ല, അവരുടെ ശത്രു മുസ്ലിം ലീഗാണ്. മുസ്ലിം നേതാക്കൾ അത് മനസ്സിലാക്കി. അപ്പം ഒരു തീവ്ര സ്വഭാവമുള്ള മുസ്ലിം പാർട്ടി വളർന്നു വന്ന ദുർബലമാകുന്നത് ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗാണ്. എനിക്ക് തോന്നുന്നത് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗുമായിട്ടൊരു അലയൻസ് വന്നാൽ പോലും തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യമല്ല. BJP മുസ്ലിം ലീഗുമായിട്ടൊരു അലയൻസ് ഉണ്ടാകുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മറ്റൊന്നുമില്ല, രാജ്യത്ത് സമാധാനം പുലർത്തണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാറ്റി നിർത്തിക്കൊണ്ട് പറ്റില്ല. അതിനകത്തെ ജനാധിപത്യ ബോധമുള്ള സമാധാനകാംക്ഷികളായ ആളുകളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പം പാണക്കാട് തങ്ങളായാലും ശരി വളരെ ജനറസായിട്ട് കാര്യം കാണുന്ന ആളാണ്. പക്ഷേ CPM നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ വിമർശിക്കുന്നുണ്ടല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങുന്നു എന്ന രീതിയിലുള്ള. ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങുന്നു എന്നുള്ള ഒരു വിമർശനം അവരുന്നയിക്കുന്ന തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ പാലക്കാട് നേടിയ വിജയം കോൺഗ്രസിൻ്റെ വിജയമല്ല, അത് CPM നേതാക്കന്മാർ പറയുന്ന സത്യമാണ്. അവിടെ വിജയിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയമാണ്. അത് വളരെ വ്യക്തമാണ്, പകലുപോലെ വ്യക്തമാണ്. ഇലക്ഷൻ റിസൾട്ട് പഠിച്ചാൽ വളരെ വ്യക്തമാണത്. അപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിന് വോട്ട് ലഭിച്ചിട്ടുണ്ടല്ലോ. അത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ലഭിച്ചത് BJP നേതൃത്വത്തോടുള്ള ആളുകളുടെ അവജ്ഞയാണ്. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പാലക്കാട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ചുരുക്കി കാണാൻ കഴിയും പറ്റുമല്ലോ. അതിൻ്റെ കാര്യം വെച്ചാൽ രണ്ട് തരത്തിൽ ആ ഇലക്ഷനെ റിഫ്ലക്റ്റ് ചെയ്തു. ഒന്ന്, ഒരിക്കലും പാലക്കാട് നിർത്താൻ പാടില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ കൊണ്ട് നിർത്തിയ കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ ആ പാർട്ടിയിൽ ചെലുത്തുന്ന സ്വാധീനം ഭയങ്കരമായിട്ട് ബാക്ക് ഫെയർ ചെയ്തു അവിടെ. അത് മനസ്സിലാക്കുന്നതിലെ പാർട്ടി നേതാക്കന്മാർ പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ BJPക്ക് ആളുകൾക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ പറ്റുകയില്ല. കാരണം BJPക്ക് ഒരു പ്രോപ്പർ ലീഡറില്ല ഇവിടെ. ഒരു ലീഡർ ഉണ്ടെങ്കിലല്ലേ അതിന് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കൊരു പോളിസി ഇല്ല. ഉത്തരേന്ത്യയിൽ ഏതോ ഗോസായിക്ക് ഇഷ്ടമുള്ള ഒരുത്തിനെ പിടിച്ചിവിടെ വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം എങ്ങനെയാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. CPM ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ട്, UDF അല്ലെങ്കിൽ LDF ഉണ്ട്. അവർക്ക് ഇവർക്ക് വോട്ട് ചെയ്യാൻ യാതൊരു നിർബന്ധമില്ല. ഗോസായിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കേരളീയർ അങ്ങ് ചുമന്നു. അങ്ങനെ കുറേ കാലമായിട്ട് ഈ ഗോസായിക്ക് ഇഷ്ടമുള്ളവരെ പിടിച്ച് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഇപ്പോഴും ഗോസായിക്ക് നേരം വെളുത്തിട്ടില്ല. എത്ര വാശി കാണിച്ചാലും ശരി, ജനവിരുദ്ധരായ നേതാക്കന്മാരെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് BJPക്ക് വളരാമെന്നുള്ളത് അവരുടെ വ്യാമോഹം മാത്രമാണ്, വളരാമെന്നുള്ളത്. പക്ഷേ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും 10-12 സീറ്റ്
BJPക്ക് കോമൺ സെൻസുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റിനെ കിട്ടിയാൽ അവർക്ക് കിട്ടും. അതിനെപ്പറ്റി പാർട്ടി കേഡറുമുണ്ടെങ്കിൽ. പാലക്കാട് പറ്റിയൊരു പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, പാലക്കാട് പറ്റിയ സ്ഥാനാർത്ഥിയോടുള്ള നെഗേഷനാണ്. പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞില്ലേ സ്ഥാനാർത്ഥി കൊള്ളൂല്ല. അല്ല, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് കടന്നു വന്നത്? പൊളിറ്റിക്കൽ ഇസ്ലാം, അതായത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഇവരെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും BJP സ്ഥാനാർത്ഥിക്കുമെതിരെ, BJP സ്ഥാനാർത്ഥിയായിരുന്നില്ല അവരുടെ പ്രമുഖ ശത്രു, അവർക്കെതിരെ ഇവരെല്ലാം ഒന്നിച്ച് വോട്ട് ചെയ്തു. ഒപ്പം കോൺഗ്രസിൻ്റെ വോട്ടുകൂടെ കിട്ടി. കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുമായിരുന്നില്ല. ഇവർ വന്നപ്പോഴാണ് ആ ജയം സുസാധ്യമാക്കിയത്. അല്ലാതെ അവരുകൊണ്ട് മാത്രം ജയിച്ചു എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. പക്ഷേ ഇവർക്കെല്ലാവർക്കും കൂടി ഒരു മീറ്റിംഗ് പ്ലേസ് ക്രിയേറ്റ് ചെയ്തത് പാലക്കാട് തെരഞ്ഞെടുപ്പാണെന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണത്. അതിനകത്ത് പൊളിറ്റിക്സ് ഒന്നുമില്ല. ഇപ്പം ജയരാജൻ ഇവിടെ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം മനുഷ്യാവകാശ സംഘടനകളുടെ പേരിൽ വളർന്നു വരുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുക. എതിർത്തില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ CPM വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. CPM ഹിന്ദുക്കളുടെ പാർട്ടി മാത്രമല്ല, മുസ്ലിങ്ങളും ധാരാളമായിട്ട് CPM വോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെടുന്നത് ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും ഒരുപോലെ. CPM നഷ്ടപ്പെട്ടാൽ പിന്നെ CPM ഇവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് നേരിടുന്നൊരു പ്രശ്നം. ഇപ്പോൾ തൽക്കാലം അവരുടെ കയ്യിലുള്ള ഏതാണ്ട് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ കിടക്കുന്നതാണ് കേരളത്തിലെ ഹിന്ദു വോട്ട്. അതിനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയരാജൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാത്രം ഞാൻ കരുതുന്നില്ല. കേരളം നേരിടുന്ന ഒരു വലിയ പ്രശ്നം അത് അത്തരം സംഘടനകൾ വളർന്നു വരുന്നത് ഫലത്തിൽ മതമൗലികവാദത്തിന് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പം തന്നെ ഏറ്റവും സമാധാനകാംക്ഷികളായ ആളുകളാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. അവരൊരിക്കലും ആയുധം എടുത്തിട്ടില്ല. ഒരിക്കലും അവർ നമ്മുടെ ഇറാഖിലെ യസൂദികളെ പോലെ അവർ ആയുധമേ എടുത്തിട്ടില്ല. വളരെ മര്യാദക്കാരാണ്. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ആളുകളാണ്. അവർ പോലും കാസ ഉണ്ടാക്കിയില്ലേ. അവർക്ക് തോന്നി സ്വയം പ്രതിരോധിച്ചേ മതിയോ. കാസ ഉണ്ടാക്കാനുള്ള കാരണം RSS ആണ്. RSS 925 ഇട്ടില്ലേ. RSS എത്രയോ കാലമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവർ കാസ ഉണ്ടാക്കിയത് RSSനെതിരായിട്ടല്ല, പോപ്പുലർ ഫ്രണ്ടിനും SDP-ക്കും എതിരായിട്ടാണ് കാസ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദുക്കൾ അവരെ പ്രതിരോധിക്കാൻ അവർ നടപടിയെടുക്കുമ്പോൾ, മുസ്ലിങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ അവർ സംഘടിക്കുമ്പോൾ, ക്രിസ്ത്യാനികളും സംഘടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ ജയരാജന് കൃത്യമായി കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറഞ്ഞത്. ഇത് വളരെ ഗൗരവമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ജയരാജൻ ദേശീയ ബോധമുള്ള മുസ്ലിങ്ങളെയും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഹിന്ദുക്കളെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാനൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് സമാധാനം കൈവരിക്കാൻ കഴിയുമെന്ന് പക്ഷേ ഞാൻ കരുതുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് വൈകിപ്പോയി. പഴയ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അടുത്ത ഒരു കാലഘട്ടത്തിൽ അതിന് മോഡലായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു മാതൃകയായിട്ട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാക്കന്മാരില്ല. അത് പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരുടെ കയ്യിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ കമ്മ്യൂണിസ്റ്റുകാരായി മാറി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന പ്രധാനപ്പെട്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെയാണോ വർഗശത്രുവായിട്ട് കാണുന്നത്, ആരെയൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്പൃശ്യരായിട്ട് കണ്ടിട്ടുള്ളത്, അവരുടെ കയ്യിലേക്ക് ഈ പാർട്ടി പോയി. ജയരാജൻ വിചാരിച്ചാൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ CRPP എന്ന് പറയുന്ന സംഘടന, ഓക്കെ, അതിനെക്കുറിച്ച് പഠിക്കട്ടെ, ഗവൺമെൻറ് നടപടിയെടുക്കട്ടെ. പക്ഷേ അത്തരം ഒരു സംഘടനയ്ക്ക് ലക്ഷ്യമാക്കി അവരെ കോർണർ ചെയ്തുകൊണ്ട് മാത്രം CPM-നെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു മതസൗഹാർദ്ദം കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വഴി തെളിക്കുമെങ്കിൽ അത് നല്ലതാണ്. എല്ലാത്തരം മതമൗലികവാദത്തെയും, അത് ഭൂരിപക്ഷ വർഗീയതയായാലും ശരി, ന്യൂനപക്ഷ വർഗീയതയായാലും ശരി, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നൊരു പൊതുബോധം ഉണ്ടാകേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലാണ്. അതിനകത്ത് എല്ലാവരും ഉണ്ട്, ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിം എല്ലാം ഉണ്ട്. അത് വളർത്തിയെടുക്കാൻ CPM-ന് ഇനിയും കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ കാൽവയ്പായിട്ടാണ് ഞാൻ ഈ ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത്.